ഒപ്പം തന്നെ നമ്മൾ മറ്റു ചില വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പങ്കുവെക്കുകയാണ്. മനസ്സ് തുറന്ന് മുരളീധരൻ. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ കുത്തിത്തിരിപ്പ് നടക്കുന്നുണ്ട് എന്ന് കെ മുരളീധരൻ. പാർട്ടി പറഞ്ഞതെല്ലാം അനുസരിച്ചതിന് നഷ്ടം തനിക്ക് മാത്രമാണ് എന്നും കെ മുരളീധരൻ ന്യൂസ് 18 പറഞ്ഞു. പാർട്ടിക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ 20-ൽ 18 സീറ്റ് നേടിയ ആഘോഷത്തിലാണ് എന്നും മുരളീധരന്റെ വൈകാരികമായ പ്രതികരണം. ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇപ്പോഴുമുണ്ട് എങ്കിലും പിന്തുണ നൽകാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നും ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിൽ കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് ഒത്തുതീർപ്പിന് വഴങ്ങാതെയുള്ള മുരളീധരന്റെ ഈ പ്രതികരണം. ഇത് വിശാലമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. പാർട്ടിയിൽ ഇതുവരെ അത്തരമൊരു വിശാലമായ ചർച്ച നടന്നിട്ടില്ല എന്നാണ്. താങ്കൾ വിട്ടുനിന്നതുകൊണ്ട് വയനാട് ക്യാമ്പിലും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. താങ്കൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. കെ കരുണാകരന്റെ മക്കൾക്കുള്ള ആ മതേതര മുഖം നഷ്ടമാവുകയാണോ? അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് താങ്കൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമായിരുന്നു. ഈ പറയുന്ന ധീവര സമുദായത്തിന്റെ സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പറ്റുമായിരുന്നു, AP വിഭാഗത്തിന്റെ പറ്റുമായിരുന്നു. കാരണം അങ്ങനെ ഒരു മതേതര മുഖമുള്ളയാളാണ് കെ മുരളീധരൻ, അല്ലെ? അത് തകർന്നു എന്ന് പറയുമ്പോൾ താങ്കളെ ഇനി ഏത് സ്ഥലത്ത് കൊണ്ടുപോയി അവതരിപ്പിക്കാം എന്നുള്ള ആ ഒരു ഇമേജ്, പാർട്ടിക്കുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കൂടിയല്ലേ? അതല്ല ഞാൻ പറഞ്ഞല്ലോ, കെ കരുണാകരൻ്റെ ഒരു സെക്യുലർ ഫേസ് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ തൃശ്ശൂരിൽ ഇതൊന്നും പ്രവർത്തിക്കാനുള്ള സമയം കിട്ടി. നേരെ മറിച്ച് നേരത്തെ ഇങ്ങനെ ഒരു ഐഡിയ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കതനുസരിച്ചൊരു വർക്ക് അവിടെ ബിൽഡപ്പ് ചെയ്യായിരുന്നു. അതിന് സമയം കിട്ടിയില്ല. ചെല്ലുന്നു, സ്ഥാനാർത്ഥിയാവുന്നു, 10-42 ദിവസം കൊണ്ട് ഇലക്ഷൻ നടക്കുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ശശി തരൂർ സിറ്റിംഗ് മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ച് കാണാം, ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റിലും സിറ്റിംഗ് മെമ്പർമാർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ സെക്യുലർ ഫേസ് ഒരിക്കലും കെ മുരളീധരന് നഷ്ടപ്പെടില്ല. പക്ഷേ എല്ലായിടത്തും പോയിട്ട് നിൽക്കേണ്ട പ്രശ്നം ഇനി ഉദിക്കുന്നില്ല. ഞാനൊരു കാര്യം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. 100% എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കൂ. ഇപ്പോൾ അങ്ങനത്തെ ചിന്താഗതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ പാർട്ടി പറഞ്ഞാൽ എന്തും അനുസരിക്കേണ്ടി വരും. ഇനി അങ്ങനെ അനുസരിക്കില്ല. കാരണം ഇനി അങ്ങനെ അനുസരിച്ചുകൊണ്ടുണ്ടായ തിക്താനുഭവം എൻ്റെ മുമ്പിലുണ്ട്. ഇപ്പോൾ നേമത്ത് ഞാൻ മത്സരിച്ചതുകൊണ്ട് ഞാൻ BJPയുടെ ശത്രുവായി എന്നല്ലാതെ. പക്ഷെ അന്നൊരു കാര്യമുണ്ടായി, അവരുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കഴിഞ്ഞു. പക്ഷെ BJPയുടെ ശത്രുവായതുകൊണ്ട് എന്താണ് കുഴപ്പം? BJPയുടെ ശത്രു ആയതുകൊണ്ട് കുഴപ്പമില്ല. അതനുസരിച്ചൊരു മൈനോറിറ്റി സപ്പോർട്ട് നേമത്ത് കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ഇത് കവർ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശശി തരൂരിന് കിട്ടിയ മൈനോറിറ്റി വോട്ട് നേമത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഞാൻ ഈ 19,000 വോട്ടാണ് ഞാനും ശിവൻകുട്ടിയായിട്ടുള്ള ഡിഫറൻസ്, അത് ഞാൻ കവർ ചെയ്യുന്നു. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ മതേതര മുഖം താങ്കൾക്ക് നഷ്ടമായിട്ടുണ്ടോ എന്ന്. അതിലൊരു കാര്യം പറയാം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പത്മജ ഫാക്ടർ, കെ കരുണാകരന്റെ മകൾ BJPയിലേക്ക് പോയെങ്കിൽ മകൻ എന്തുകൊണ്ട് പോയിക്കൂടാ, അങ്ങനെ സംഭവിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത മലയാളികളുടെ മനസ്സിലിടം. അതായത് നമുക്ക് ഈ ഹൃദയം തുറന്നു കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് സംശയിക്കുന്ന ചിലരുണ്ട്. അതിൻ്റെ ഒരു ദോഷമാണ്. എൻ്റെ നിലപാടൊരു മാറ്റവുമില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ സെക്യുലർ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ആളാണ്. കെ കരുണാകരൻ്റെ സെക്യുലർ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അതാണ് പറഞ്ഞത്, പാർട്ടിയിൽ നിന്ന് ഇനി ഏതെങ്കിലും കുത്തിത്തിരിപ്പിൻ്റെ പേരിൽ എന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ BJPയിലേക്കോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കോ പോവില്ല. ഞാനൊരു പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റ് നടത്തി വീട്ടിലിരിക്കും. അത് ഞാൻ പറയട്ടെ, അതായത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത്? എന്നെതിരായിട്ട് ഒരു കുത്തിത്തിരിപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ക്യാമ്പിൽ ഇല്ലാത്ത ചർച്ച നടന്നു എന്നുള്ള വാർത്ത വന്നത്. അത് ക്യാമ്പിൽ നിന്ന് തന്നെയാണ്, അല്ലേ? അതെ, ക്യാമ്പിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഈ TN പ്രതാപനോ ഷാനിമോളോ ഇങ്ങനെ പരാതി അവിടെ പറഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും എന്നെ ഫോണിൽ വിളിച്ചു. പ്രത്യേകിച്ച് ഷാനിമോളൊക്കെ ഒരിക്കലും എന്നെ അവർ വിമർശിക്കില്ല. കാരണം കഴിഞ്ഞ 2019 ഞങ്ങളൊക്കെ ജയിച്ചു. ഞങ്ങൾ നിന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ജയിക്കുകയും ഷാനിമോൾ മാത്രം തോൽക്കുകയും ചെയ്തപ്പോൾ അന്ന് അവരെ ആദ്യം ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ച ആൾ ഞാനാണ്. കാരണം ഞാൻ ജയിച്ചവരെ വിളിച്ച് കൺഗ്രാജുലേറ്റ് അല്ല ചെയ്തത്. ഞങ്ങളോടൊപ്പം നിന്ന് സ്ഥാനാർത്ഥിയായി ഞങ്ങളോടൊപ്പം ലോക്സഭയിൽ വരേണ്ട ഒരു സഹോദരി തോറ്റുപോയപ്പോൾ ഞാൻ അവരെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. അങ്ങനെ ഒരു ആശ്വാസവാക്ക് താങ്കൾക്ക് ഇത്തവണ കിട്ടിയോ?
KPC പ്രസിഡന്റ് എൻ്റെ വീട്ടിൽ വന്നു, രാഹുൽ ഗാന്ധി എന്നെ ഫോണിൽ വിളിച്ചു, VD സതീശനും KC വേണുകാലും ഒക്കെ ഫോണിൽ വിളിച്ചു. അത് വിളിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന ആ വാർത്തയുണ്ടല്ലോ, അതെന്തായാലും ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് തന്നെ പുറത്തു വരികയുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പുറത്തു വന്ന വാർത്ത അത് ചർച്ച ചെയ്യണം എന്നുള്ള ഉദ്ദേശ്യവും അവർക്കുണ്ട്. കാരണം എന്തുകൊണ്ട് കെ മുരളീധരൻ ഇങ്ങനെ പാർട്ടിയെ ധിക്കരിച്ച് നടക്കുന്നു, അദ്ദേഹം ഇന്ന സ്ഥലത്തെ മത്സരിക്കുമെന്ന് ഇനി എന്തിന് വാശി പിടിക്കുന്നു, പാർട്ടിയുടെ ക്യാമ്പ് ബഹിഷ്കരിച്ച് അദ്ദേഹം നടക്കുന്നു തുടങ്ങിയ ഞാൻ പറയാം, എല്ലാം കൊണ്ട് നഷ്ടം ഉണ്ടായത് ആർക്കാ? ഇതിൽ ഈ പാർട്ടി പറഞ്ഞ എല്ലാം ഞാൻ അനുസരിച്ചു, പാർട്ടി പറഞ്ഞ സ്ഥലത്ത് പോയിട്ടൊക്കെ മത്സരിച്ചു. പക്ഷേ നഷ്ടം ഉണ്ടായത് കെ മുരളീധരന് മാത്രമാണ്, പാർട്ടിക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല. പാർട്ടി ഇലക്ഷനിൽ 20-18 ജയിച്ചതിൻ്റെ ആഘോഷമാണ് പാർട്ടിയിൽ, നേതാക്കൾക്ക് ആഘോഷമാണ്. പക്ഷേ ഒന്നുമില്ലാത്ത ഒരാളായിട്ട് മാറിയത് കെ മുരളീധരനല്ലേ. അതൊരു ഞാനത്തെ കാര്യം പറഞ്ഞുള്ളൂ. മത്സരിക്കണം, എവിടെയെങ്കിലും പോയി മത്സരിക്കണം എന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ അതിനില്ല, ഞാൻ ഈ മത്സരിക്കേണ്ടതാണ് പാർട്ടി പറയുന്നതെങ്കിൽ സന്തോഷം. ഇതുവരെ എല്ലാവരും പറഞ്ഞിരുന്നത്, താങ്കൾ ഉൾപ്പെടെ, പാർട്ടി ഏത് സീറ്റ് പറയുന്നു അവിടെ ഞാൻ മത്സരിക്കും എന്നുള്ളതാണ്. സംശയമില്ലല്ലോ. എപ്പോഴും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇന്നയാൾ ഇന്ന സീറ്റിൽ മത്സരിക്കും, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? താങ്കളും അങ്ങനെ ആയിരിക്കുമല്ലോ പറഞ്ഞത്, ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കും അല്ലേ? KPCC തീരുമാനിക്കുന്ന ആ ലിസ്റ്റ് വരുമ്പോൾ അതേത് സീറ്റാണോ അത് ഞാൻ അംഗീകരിക്കും എന്നാണ്. അതല്ലേ അച്ചടക്കമുള്ള ഒരു പാർട്ടി? ഇനി അച്ചടക്കം ഞാൻ പാലിക്കും, പക്ഷേ മത്സരിക്കാൻ എനിക്ക് സാധ്യമല്ല. അച്ചടക്കവും മത്സരവും വ്യത്യാസമുണ്ട്. അല്ലാതെ പാർട്ടി പറയാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് നാളെ പയ്യന്നൂർ മത്സരിക്കാൻ പറഞ്ഞാൽ എന്താ റിസൾട്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. മട്ടന്നൂർ മത്സരിക്കാൻ പറഞ്ഞാലത്തെ റിസൾട്ട് അറിയാലോ. ഇനി അങ്ങനത്തെ പരീക്ഷണം വേണ്ട. പാർട്ടിക്ക് ഒരു 40% ഫൈറ്റിംഗ് ചാൻസ്, ഞാൻ 100% ഒരിക്കലും ഞാൻ പറയില്ല. ഇപ്പോഴും ഫൈറ്റ് ജയിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്, ദൈവം സഹായിച്ച്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്, രാജ്യസഭ ഒരിക്കലും ഞാൻ ചോദിക്കാത്ത ഒരാളാണ്, നാളെയും ഞാൻ ചോദിക്കില്ല. കാരണം അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ, ഫൈറ്റ് വേണം ജയിക്കാൻ. പക്ഷെ താങ്കളുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് അത് അംഗീകരിക്കാൻ പാർട്ടിക്ക് ഇപ്പോഴും കഴിയുന്നില്ല അല്ലേ? താങ്കൾ ഇങ്ങനെ ഓടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതാ പറയുന്നത്, ആ ഫൈറ്റിംഗ് ചാൻസ് പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു കരുത്ത് നമുക്ക് നൽകേണ്ടത് പാർട്ടിയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പം അത് കാണുന്നില്ല. അല്ല, അതെന്തുകൊണ്ടാണ്? അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഞാൻ 2 കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നുള്ളൂ. ഒന്ന്, ഒരു കാരണവശാലും ഞാൻ പാർട്ടി വിട്ടു പോവില്ല. 2, ഇനി പാർട്ടി എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിലും ഞാൻ സ്വസ്ഥം ഗൃഹഭരണം എന്നുള്ള ആ രീതിയിലേക്ക് ഞാൻ പോകും. ഈ 2 കാര്യത്തിലും എൻ്റെ തീരുമാനം ഉറച്ചതാണ്. ഈ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, താങ്കൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും താങ്കൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഈ പാർട്ടി നേതാക്കൾ പറയുമ്പോൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് താങ്കൾ പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷം തിരിച്ചു വന്നയാളാണ്, ഇപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും താങ്കൾ ആവർത്തിച്ചു തുടങ്ങി എന്നുള്ള രീതിയിലാണ്. കാരണം പാർട്ടി പറയുന്നത് കേൾക്കാതിരിക്കുക, പാർട്ടിക്കെതിരെ കാര്യങ്ങൾ പറയുക, സ്വയം തോറ്റതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ഇങ്ങനെ ഞാൻ പറയുന്നത്, ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തിയോ തോറ്റപ്പോൾ? ഞാൻ ഏതെങ്കിലും വ്യക്തിയെ കുറ്റപ്പെടുത്തി? പക്ഷേ പാർട്ടിയുടെ മിഷനറി വർക്ക് ചെയ്തില്ല എന്ന് താങ്കൾ? തീർച്ചയായിട്ടും അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ. പാർട്ടിയുടെ മിഷണറി പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വർക്ക് ചെയ്യാത്തത് അതൊരു അച്ചടക്കലംഘനാണോ? നാളെ ആര് ചെന്നാലും ഈ സംഭവം ഉണ്ടാവില്ലേ? പാർട്ടിയുടെ മിഷണറി പ്രവർത്തിക്കാത്ത സന്ദർഭം വന്നാൽ ലോക്സഭ പോലെയല്ല പഞ്ചായത്ത്, നിയമസഭ, പഴയ അനുഭവങ്ങളില്ലേ? അത് തന്നെയല്ലേ പാർട്ടിയിലും പറയുന്നപ്പോൾ. പക്ഷെ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്ത് താങ്കളെ പോലെയുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള നേതാവ് ഇത് തുറന്നു പറയണം. അതല്ലാതെ മാറി നിൽക്കുക, ജനങ്ങൾ പോലും അത് ചോദിക്കില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ഈ ക്യാമ്പിൽ വന്ന് വിമർശിക്കാനും ഒന്നും ഞാൻ ഒരു കൊല്ലത്തേക്ക് എവിടെയില്ല. അതേസമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഞാൻ സജീവമായിട്ടുണ്ടാകും. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഞാൻ വയനാട്ടിലുണ്ടാവും. ഒരു കോൺഗ്രസ്സുകാരൻ എന്നാണ് എനിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ താങ്കൾ വട്ടിയൂർക്കാവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെൻ്റെ പഴയ നിയോജകമണ്ഡലമാണ്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ കാരണം അവിടെ ഒരു നാഥനില്ലാത്ത അവസ്ഥയുണ്ടായി. കാരണം ഞാൻ പോയതിന് ശേഷം ഒരു ഇലക്ഷനും അവിടെ പാർട്ടി ജയിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ദൗത്യം ഞാനവിടെ മത്സരിക്കുക എന്നുള്ളതല്ല. അടുത്ത കോർപ്പറേഷൻ ഇലക്ഷനിൽ ഇവിടെ BJPക്ക് 62 സീറ്റുകളിൽ ലീഡ് കിട്ടിയിട്ടുണ്ട് ഈ കോർപ്പറേഷനിൽ. അതിൽ വട്ടിയൂർക്കാവിൽ ഏതാണ്ട് 8000 വോട്ടാണ് പാർലമെൻറ്റിൽ അസംബ്ലിയിൽ ലീഡ് കിട്ടിയത്. അപ്പോൾ അവിടെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരിക, ആ വർക്കാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ പാർട്ടി താങ്കളെ അങ്ങനെ ഒരു വർക്ക് ഏൽപ്പിച്ചിട്ടില്ല. അതെനിക്ക് സ്വയം ചെയ്യേണ്ടതാണ് ഞാൻ. കാരണം എന്നെ വിശ്വസിച്ച ഒരു ജനത, എന്നെ 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുത്തൊരു ജനത, അവരോട് 3 വർഷം കഴിഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞതിൻ്റെ പേരിൽ അവരെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു.
ഞാൻ 2 വർഷം ഒരു സ്ഥാനവും ഇല്ലാതെ ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്നു. അത് ഞാനും ആ വട്ടിയൂർക്കാവിലെ ജനങ്ങളാവുന്ന കുടുംബമായിട്ടുള്ള ബന്ധമാണ്. അതിനെനിക്ക് പാർട്ടിയുടെ ഒരു ഓതറൈസേഷൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് പാർട്ടിക്കാരെന്നുള്ള എനിക്ക് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് 2026 താങ്കൾ ലക്ഷ്യമിടുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകാൻ താങ്കൾ ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അല്ലല്ല തീരുമാനിക്കേണ്ടത്, അതൊക്കെ പാർട്ടിയെ തീരുമാനം താങ്കൾ അപ്പോൾ പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുമെന്ന് താങ്കൾ പറയുന്നു. വട്ടിയൂർക്കാവിൽ ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചാൽ പോരാ, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ആ ഘട്ടത്തിലേക്ക് ഇപ്പോഴെത്തിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ചുമതല എന്താ? ഇപ്പോൾ ചുമതല അതിന് തക്കവണ്ണം അവിടെ ആ കോൺസ്റ്റിറ്റ്യുവൻസി പാകപ്പെടുത്തി എടുക്കണ്ടേ. നാളെ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ഞാനല്ല മറ്റൊരാൾ വരികയാണ്. ഇനി LDF ഇനിയിപ്പോൾ LDF ആയിരിക്കില്ല, അവിടെ മത്സരം UDFും BJP ആയിട്ടായിരിക്കും. അപ്പോൾ അവിടെ പാർട്ടീനെ ഒന്ന് എന്താ പറയേണ്ടതെന്ന് സ്ട്രോങ് ആക്കേണ്ട ചുമതല എനിക്കുണ്ട്. ആ വർക്ക് ഞാൻ ചെയ്യുന്നു. അപ്പോൾ പക്ഷേ വട്ടിയൂർക്കാവ് അല്ലാതെ മറ്റൊരു മണ്ഡലത്തിൽ താങ്കളെ പരിഗണിക്കുകയാണെങ്കിൽ താങ്കൾ മത്സരിക്കില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറയുന്നത് എവിടെയെങ്കിലും പോയി മത്സരിക്കുന്ന ഏർപ്പാട് ഇനിയില്ല. മറ്റു കാര്യങ്ങൾ പിന്നെ നമുക്ക് ആലോചിക്കാം. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിലാണ് കെ മുരളീധരന്റെ ഈ തുറന്നുപറച്ചിൽ. അതിരൂക്ഷമായ വിമർശനം ആണ് കെ മുരളീധരൻ പാർട്ടി നേതാക്കൾക്ക് നേരെ ഉന്നയിക്കുന്നത്. ഒരു ഫൈറ്റർ എന്ന തരത്തിലുള്ള തന്റെ കോൺഫിഡൻസിന് ഇപ്പോഴും ഒരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷേ പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല. തന്നെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ ചിലർ നടത്തുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്ന പ്രയോഗം ആണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എവിടെയും പരീക്ഷിക്കാവുന്ന ഒരു ഫൈറ്റർ അതായിരുന്നു കെ മുരളീധരൻ എന്ന നേതാവ്. പക്ഷേ നേമത്തുണ്ടാകുന്ന തിരിച്ചടി, ഇപ്പോൾ തൃശ്ശൂരിൽ നേരിട്ടുള്ള തിരിച്ചടി, അത് അദ്ദേഹത്തെ തളർത്തുകയല്ല, മറിച്ച് പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല. ഇനിയും ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യം തനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള പിന്തുണ പാർട്ടി നൽകുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കൃത്യമായ വിമർശനമല്ലേ? അഭിലാഷ്, കെ മുരളീധരന്റെ വാക്കുകളെ നമുക്ക് 2 തരത്തിൽ കാണാം. ഒന്ന്, കെ മുരളീധരൻ എന്ന നേതാവിനെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വേണ്ട രീതിയിൽ പാർട്ടി പിന്തുണ നൽകി നിലനിർത്തുന്നില്ല, അല്ലെങ്കിൽ പാർട്ടി തനിക്ക് വേണ്ട അംഗീകാരം നൽകുന്നില്ല. തനിക്കൊപ്പം നിൽക്കേണ്ട പാർട്ടി പരാജയപ്പെട്ട ശേഷം തന്നെ തള്ളിക്കളയുകയായിരുന്നു. അതിലുള്ള കടുത്ത പ്രതിഷേധം, അല്ലെങ്കിൽ പരാജയത്തിലുള്ള പ്രതിഷേധം. രണ്ടാമത്, ഇതിന് ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് വട്ടിയൂർക്കാവിൽ അടുത്ത തവണ നിയമസഭയിലേക്ക് താനായിരിക്കും മത്സരിക്കുന്നത്. ആ കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പുണ്ടാകണം. ആകെ ഈ ഇന്റർവ്യൂ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് കെ മുരളീധരന്റെ വാക്കുകൾ ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇനി എവിടെയെങ്കിലും പരീക്ഷണ ഘട്ടത്തിൽ പോയി പാർട്ടിക്ക് വേണ്ടി പരീക്ഷണ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അത്തരം സീറ്റുകളിൽ പോയി നിൽക്കാൻ താനില്ല. തനിക്ക് ഇനി വേണ്ടത് വട്ടിയൂർക്കാവ് സീറ്റാണ്. അത് തന്റെ സീറ്റായിരുന്നു. അവിടെ കേന്ദ്രീകരിച്ചാണ് താൻ പ്രവർത്തിക്കുന്നത്. അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട ഘട്ടമായില്ല. അവിടെ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്, താനല്ല പ്രഖ്യാപിക്കേണ്ടത്. ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ കെ മുരളീധരൻ പറയുന്നുണ്ട്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനും താൻ തയ്യാറല്ല. അങ്ങനെയല്ല എങ്കിൽ താൻ ഈ പറയുന്നത് പോലെ പഴയ പോലെ റിബൽ വേഷത്തിലേക്ക് കെട്ടി നിൽക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ പരസ്യമായി തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് പോകും, സാധാരണ പാർട്ടി പ്രവർത്തനമായി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ആവർത്തിച്ച് തന്നെ മഞ്ജുഷ് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് BJPയിലേക്ക് പോകില്ലേ എന്നൊരു ആശങ്ക ഇല്ലേ ആളുകൾക്ക്? സഹോദരി BJPയിലേക്ക് പോയില്ലേ? കെ കരുണാകരന്റെ മക്കൾ BJPയിലേക്ക് പോകില്ല എന്നുള്ള പോകുമോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കില്ലേ എന്ന് അദ്ദേഹം ആവർത്തിച്ച് കൃത്യമായും വ്യക്തമാക്കുന്നത്, താൻ ഒരു കാരണവശാലും BJPയിലേക്ക് പോകില്ല. തന്നെ പാർട്ടി ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്താൽ സാധാരണ പാർട്ടി പ്രവർത്തകനായി നിൽക്കും, അല്ലെങ്കിൽ താൻ കുടുംബകാര്യങ്ങൾ നോക്കി കുടുംബസ്ഥനായി നിൽക്കും, മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നില്ല. മുരളീധരന് അങ്ങനെ കൂടി പറയേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് അതോടൊപ്പം തന്നെ മുരളീധരൻ മറ്റൊരു വിഷയം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BJPക്കെതിരെ പ്രധാനമായും വട്ടിയൂർക്കാവിൽ നേമത്ത് ഒരു മത്സരത്തിന് വന്നപ്പോൾ അന്ന് BJP അവിടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കെ മുരളീധരന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ കെ മുരളീധരൻ പിടിച്ച വോട്ടുകൾ ഏറ്റവും നിർണായകമായിരുന്നു. പക്ഷേ അന്ന് BJP ശത്രുപക്ഷത്ത് നിൽക്കുമ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ശശി തരൂരിന് ലഭിച്ചതുപോലെ ഒരു പിന്തുണ തനിക്ക് ലഭിച്ചില്ല. അതിന് പാർട്ടി കൂടി ഉത്തരവാദിയുണ്ട്. പാർട്ടിക്ക് ആ തരത്തിലേക്കുള്ള ഒരു പിന്തുണ ലഭിക്കാൻ വേണ്ടിയുള്ള സഹായം പാർട്ടി ചെയ്തില്ല. അല്ലെങ്കിൽ താൻ ഒരു ഫൈറ്ററായി നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഫൈറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ 50% പാർട്ടി തനിക്കൊപ്പം നിൽക്കാൻ തയ്യാറാവണം. താൻ ഒരാൾ മാത്രമായി ഇങ്ങനെ ഫൈറ്ററായി ഓരോ സ്ഥലത്ത് പോകുന്നു, അത് നേമത്ത് വരുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് നേരത്തെ വടകര പോകുന്നു, അതിനുശേഷം ഇപ്പോൾ തൃശ്ശൂർ വരുന്നു. അങ്ങനെ ആ മട്ടിൽ ഓരോ സ്ഥലത്തും പോയി താൻ പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യം ഏൽക്കാനും, അല്ലെങ്കിൽ ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് തനിക്ക് ഇപ്പോഴുമുണ്ട്, ഫൈറ്റിങ്ങിനുള്ള ശേഷി തനിക്ക് ഇപ്പോഴുമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ ശേഷിയെ വിജയമാക്കി മാറ്റാൻ കഴിയണമെങ്കിൽ പാർട്ടിയുടെ സഹായം കൂടി വേണം. അത് കിട്ടുന്നില്ല
എന്ന് പറയുന്നു. ഇനി താൻ അത്തരമൊരു പരീക്ഷണത്തിന് അല്ലെങ്കിൽ അത്തരമൊരു ഫൈറ്റിനോ പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഒരു വാചകം കൂടി അദ്ദേഹം കടത്തി പറയുന്നുണ്ടോ, ഇതുകൊണ്ടെല്ലാം നഷ്ടമുണ്ടായത് തനിക്ക് മാത്രമാണ്, പാർട്ടിക്കല്ല എന്നുകൂടി പറയുന്നു. കെ മുരളീധരൻ നേമത്ത് മത്സരിച്ചപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ലാഭമാണ്. കോൺഗ്രസിലെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കെ മുരളീധരന്റെ സാന്നിധ്യത്തിന് കഴിഞ്ഞ തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC അധ്യക്ഷനായിരുന്നപ്പോൾ അദ്ദേഹം വടകരയിൽ സ്ഥാനാർത്ഥിയാവില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ അവിടേക്കും പറഞ്ഞു വിട്ടത് കെ മുരളീധരനെയാണ്. അവിടെ വടകര സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു. വടകര സീറ്റ് എന്ന് പറയുന്നത് CPM-ന് പരമ്പരാഗതമായി കുത്തക ഉണ്ടായിരുന്ന ഒരു സീറ്റാണ്. അവിടെ 1,00,000 ലക്ഷത്തോളം വോട്ടിന് P സതീദേവി അടക്കം ജയിച്ച സീറ്റാണ്. അവിടെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചത്. അത് കഴിഞ്ഞ് മുല്ലപ്പള്ളി ഒഴിഞ്ഞാലും ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ അത് കെ മുരളീധരൻ സാധ്യമാക്കി. ഇത്തവണ അവസാന ഘട്ടത്തിലാണ് പറയുന്നത് തൃശ്ശൂരേക്ക് മാറി മത്സരിക്കണമെന്ന്. അപ്പോൾ അതിനും താൻ തയ്യാറായി. പക്ഷേ അതനുസരിച്ചുള്ള ഒരു അംഗീകാരം, ഈ റിസ്ക് എല്ലാം മറ്റ് പ്രധാന നേതാക്കളൊന്നും എടുക്കുന്നില്ലല്ലോ എന്ന പരോക്ഷമായ ഒരു വിമർശനം കൂടി പറയാതെ കെ മുരളീധരൻ പറയുന്നുണ്ട്. താനാണ് പാർട്ടിക്ക് വേണ്ടി ഇത്തരം ഘട്ടങ്ങളെല്ലാം റിസ്ക് എടുക്കുന്നത്. അതിനനുസരിച്ച് തനിക്ക് അംഗീകാരം നൽകുന്നില്ല. ഇനി എന്റെ മുന്നിൽ മറ്റേതെങ്കിലും ഒത്തുതീർപ്പില്ല, ഒറ്റ ഒത്തുതീർപ്പ് മാത്രമേ ഉള്ളൂ. അത് വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക എന്നുള്ള അവിടെയാണല്ലോ ഈ കിരൺ ഇതിൽ അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും ഈ 18 സീറ്റുകളിൽ 20-ൽ 18 നേടിയതിന്റെ ആഘോഷത്തിലാണ് നേതാക്കൾ. തനിക്ക് മാത്രമാണ് നഷ്ടമുണ്ടായത്. കാരണം മറ്റ് 18 ഇടങ്ങളിൽ വിജയിച്ചു എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ആ പാർട്ടിയുടെ നേട്ടത്തോടൊപ്പം നടത്താൻ പാർട്ടി തയ്യാറാകുന്നില്ല. തനിക്ക് ആ നേട്ടം ഉണ്ടാകുന്നില്ല. അതിന് കാരണവും പാർട്ടി തന്നെയാണ് എന്നുകൂടിയല്ലേ അദ്ദേഹം പറയുന്നത്. അഭിലാഷ്, അത് തന്നെയാണ് പ്രധാനമായും മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. മുരളീധരൻ ഇതുവരെ എങ്ങനെയാണോ പാർട്ടിക്ക് വേണ്ടി ദൗത്യങ്ങൾ ഏറ്റെടുത്തത്, ആ ദൗത്യങ്ങൾ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ ആരും അങ്ങനെ മണ്ഡലം മാറി മത്സരിക്കുന്നതടക്കം തയ്യാറാവുന്നില്ല. കഴിഞ്ഞ തവണ നേമത്ത് മത്സരിക്കാൻ മറ്റ് പല പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുടെയും പേരുകളടക്കം പരിഗണിച്ചാണ്. പക്ഷെ അവരാരും അതിന് തയ്യാറായില്ല. അതിന് തയ്യാറായത് അന്ന് കെ മുരളീധരനാണ്. MP ആയിരിക്കുമ്പോഴാണ്, വടകരയിൽ സേഫായി ജയിച്ച് MP ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം അത്തരമൊരു പരീക്ഷണത്തിന് തയ്യാറാവുന്നത്. ആ പരീക്ഷണത്തിന് വിജയിക്കുമെന്ന് വിദൂരമായ ഒരു ചാൻസ് മാത്രമുള്ള ഒരു പരീക്ഷണത്തിലാണ് കെ മുരളീധരൻ പാർട്ടിക്ക് വേണ്ടി ദൗത്യം ഏറ്റെടുത്തത്. അവിടെ നേമത്ത് കെ മുരളീധരന്റെ പരാജയമുണ്ടെങ്കിലും അതിന്റെ നേട്ടം മറ്റു സ്ഥലങ്ങൾ കഴിഞ്ഞ തവണ അതിന്റെ കോൺഗ്രസിന് ഒരു പരിധിവരെയെങ്കിലും ഉണ്ടായി എന്ന് കണക്കാക്കാം. കോൺഗ്രസും BJP എതിർക്കാൻ അതിശക്തമായി തന്നെ മുന്നിലുണ്ട് എന്നൊരു തോന്നൽ കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആകെയുള്ള വിജയം പരിശോധിക്കുമ്പോൾ അവിടെ ഇടതുമുന്നണിക്കാണ് വലിയ നേട്ടമുണ്ടായെങ്കിൽ പോലും കോൺഗ്രസ് BJPക്കെതിരെ ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു പഴി മാറ്റിയെടുക്കാൻ അന്ന് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോഴും ആ തരത്തിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പ്രചരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ ശേഷമാണ് കെ മുരളീധരനെ തൃശ്ശൂരേക്ക് മാറ്റുന്നത്. അപ്പോഴും അത് ഏറ്റെടുക്കാൻ കെ മുരളീധരൻ തയ്യാറായി. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു. എല്ലാവരും ജയിച്ചു കഴിഞ്ഞപ്പോൾ, 18 പേരും ജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മറക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പരാജയത്തിന് ഉത്തരവാദിത്തം തന്നിലേക്ക് മാറ്റാൻ പഴിചാരിയിട്ട് പാർട്ടി കൈകഴുകുന്നു എന്നുള്ള ഒരു അദ്ദേഹത്തിനുള്ള വിഷമോ അല്ലെങ്കിൽ സങ്കടമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നുള്ളതിലുള്ള കടുത്ത അമർഷവും ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. ഇനി ഏതെങ്കിലും ഇതിലെല്ലാം പറയുമ്പോൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ട ഒരു കാര്യം, കെ മുരളീധരൻ കൃത്യമായി എന്താണ് ഇതിന് പരിഹരിക്കാനുള്ള ഉപാധി എന്നുള്ളത് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെയും മുരളീധരൻ മുന്നോട്ട് പറയുമ്പോൾ ഇത്തരത്തിൽ പരസ്യമായി പറഞ്ഞിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു അഭിമുഖത്തിലാണ് കെ മുരളീധരൻ എന്താണ് തനിക്ക് പരിഹാരമായി വേണ്ടത് അത് തുറന്നു പറയാൻ തയ്യാറാവുന്നത്. അത് വട്ടിയൂർക്കാവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കെ മുരളീധരൻ മത്സരിക്കണം, അത് പാർട്ടി തീരുമാനിക്കണം, പാർട്ടിയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം. അതിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാവില്ല. അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത തവണ മുതൽ ഇനി ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാൻ ഞാൻ തയ്യാറല്ല, വട്ടിയൂർക്കാവിൽ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. താൻ ഇപ്പോൾ മുതൽ വട്ടിയൂർക്കാവിൽ ശ്രദ്ധിക്കും. അതിന് കാരണം തന്നെ മുമ്പ് വട്ടിയൂർക്കാവിലെ ജനത തെരഞ്ഞെടുത്താണ്. അതിനുശേഷം വട്ടിയൂർക്കാവ് തിരിച്ചു കിട്ടിയിട്ടില്ല കോൺഗ്രസിന്. അത് തിരിച്ച് ആർക്കായാലും കോൺഗ്രസിന് മടക്കി കൊണ്ടുവരാൻ വേണ്ടി താൻ ഇപ്പോൾ മുതൽ പരിശ്രമം തുടങ്ങിയാണ്. അതിനെല്ലാം അർത്ഥം വളരെ വ്യക്തമാണ്. വട്ടിയൂർക്കാവിൽ അടുത്ത തവണ കെ മുരളീധരൻ ആവണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കണം. അത് പാർട്ടിക്ക് പരസ്യമായി പറയുകയും വേണം. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ കടുത്ത വിമർശനവുമായി കെ മുരളീധരൻ രംഗത്ത് എത്തിയതാണ്. പാർട്ടി പരിപാടികളിൽ നിന്ന്, യോഗങ്ങളിൽ നിന്ന് അടക്കം മാറി നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇനി താൻ മത്സരിക്കുന്നുവെങ്കിൽ അത് വട്ടിയൂർക്കാവിൽ മാത്രം എന്ന് ഉറപ്പിക്കുകയാണ് മുരളീധരൻ. ഒരുപക്ഷെ ആ സീറ്റ് നൽകേണ്ടത് പാർട്ടിയാണ്, തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അവിടെ ആര് മത്സരിച്ചാലും വിജയിക്കുന്ന തരത്തിലേക്ക് കളമൊരുക്കുക എന്നതാണ് തന്റെ ദൗത്യം എന്ന് മുരളീധരൻ പറയുമ്പോഴും താൻ ഇനി മത്സരിക്കുന്നുവെങ്കിൽ അത് വട്ടിയൂർക്കാവിൽ തന്നെ എന്നതാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നും പ്രതികരണത്തിൽ നിന്നും എല്ലാം വായിച്ചെടുക്കേണ്ടത്. അതിന്റെ രാഷ്ട്രീയം ആണ് കിരൺ ബാബു പങ്കുവച്ചത്. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ പരിശോധിക്കാം.